കിഡ്നി സ്റ്റോൺ എന്തൊക്കെയാണ് കാരണങ്ങൾ നമുക്ക് നോക്കാം. കിഡ്നി സ്റ്റോൺ സാധാരണ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, അതായത് മീനിനകത്ത് നിന്ന് കിട്ടുന്നതാണല്ലോ മെയിനായിട്ടും വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഡിക്രീസ്ഡ് യൂറിനറി ഔട്ട്പുട്ട് ഓഫ് സിട്രേറ്റിൻ്റെ പുറത്തോട്ട് പോകുന്നത് ഒഴിവാകുന്നുവെങ്കിൽ വരാം. ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ വരാം, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ വരാം. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇമ്മൊബിലൈസേഷൻ, ഒരുപാട് കാലമായിട്ട് വെറുതെ കിടക്കുന്നവർ, കിടപ്പ് രോഗികൾക്ക് സാധാരണ സ്റ്റോൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട് ഹൈപ്പർ പാരാതൈറോയിഡിസം, ഇത്രയാണ് കാരണങ്ങൾ. ക്രിസ്റ്റൽസ് ഏതൊക്കെയാണ്? കാൽസ്യം ഓക്സലേറ്റ് ആണ് ഏറ്റവും കൂടുതൽ, 80% കാൽസ്യം ഓക്സലേറ്റാണ്. കാൽസ്യം ഫോസ്ഫേറ്റ് വരുമ്പോഴത്തേക്ക് 10-15 ഇടയ്ക്കുള്ള ശതമാനമാണ് ഉള്ളത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വൈറ്റ് ക്രിസ്റ്റൽസ് ആണ് ഫോസ്ഫേറ്റ്സ്. പിന്നെയുള്ള യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് നമുക്കറിയാം. പയറുവർഗ്ഗങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നവരിൽ, അല്ലെങ്കിൽ ബീഫ് കൂടുതൽ കാണുന്ന യൂറിക് ആസിഡ്, എക്സ്റേയിൽ അത് കിട്ടാറുമില്ല. പിന്നെ ഉള്ളത് സ്റ്റാഗ്ഹോൺ കാൽക്കുലസ് ആണ്. മാഗ്നീഷ്യവും ഫോസ്ഫറസും അതുപോലെ തന്നെ ഫോസ്ഫേറ്റോട് ചേർന്ന് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് മൂന്നുകൂടി ചേരുമ്പോഴത്തേക്ക് സ്റ്റാഗ്ഹോൺ കാൽക്കുലസ് ഉണ്ടാകും. അത് കൊമ്പ് പോലെ ഇരിക്കും, കലമാൻ്റെ കൊമ്പ് പോലെ. അപ്പം അതും വലിയ പ്രയാസമാണ് പോകാനായിട്ട്. ഇത്രയുമാണ് സാധാരണ രീതിയിലുള്ള സ്റ്റോണുകൾ.